ആഹാ, നല്ല ആൽക്കഹോളിക് വെതർ. അതേന്നേ, ചെറിയ ചാറ്റൽ മഴയും നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് അടിപൊളി വൈബ് ക്ലൈമറ്റായിരുന്നു. ഈ ക്ലൈമറ്റിൽ ശരിക്കും പൊതച്ച് മൂടിക്കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നാം. എന്താ ചെയ്യുക, നട്ടുച്ചയായിപ്പോയില്ലേ. വിശപ്പിൻ്റെ വിളിയും തോന്നു തുടങ്ങി. പോരാത്തതിന് ഇത്തിരി സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നതിയായൊരാഗ്രഹവും തണുപ്പൊക്കെ അല്ലേ. ആ തോന്നലിൻ്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ വൈറൽ മുട്ട ഫ്രൈ ട്രൈ ചെയ്തത് കേട്ടോ. ഏത് നമ്മുടെ മസാല ഓംലെറ്റ്. ഈ മഴയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കിച്ചണിൽ കയറാൻ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കണമല്ലോ, അതുകൊണ്ട് വേഗം അടുക്കളയിൽ കയറി ഓംലെറ്റിൻ്റെ പണി തുടങ്ങി. ഈ റെസിപ്പി നമ്മൾ ഷോർട്സാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരൊക്കെ വേഗം പോയി കണ്ടു, ട്രൈ ചെയ്തു. നല്ല അടിപൊളി റെസിപ്പിയാണ്. അകത്ത് മസാല ഓംലെറ്റ് പരീക്ഷണം നടക്കുമ്പോൾ പുറത്ത് മഴ തകർത്തുകൊണ്ടിരിക്കുകയാണ്, കൂടി വരുന്നുണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് മുന്നിലേക്ക് നോക്കിയാലും ബാക്കിലേക്ക് നോക്കിയാലും ഒക്കെ ദേ ഇതുപോലുള്ള മലകളാണ് കേട്ടോ വ്യൂ. ഇടയ്ക്കിങ്ങനെ നോക്കി വയ്ക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓംലെറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ആ ടൈമിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ എത്ര മഴ പെയ്യണു, എന്നാൽ ഇവിടെ വല്ലപ്പോഴാണ് ഒരു മഴ കിട്ടുക. പക്ഷേ ചെറിയൊരു മഴ പെയ്താൽ മതി, അപ്പോഴേക്കും വെള്ളപ്പൊക്കവും നാശനഷ്ടവും ദുരന്തവും ഒക്കെ ആയതാണ്. ഓരോ നാടും വ്യത്യസ്തമാണല്ലോ അല്ലേ. അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ മസാല ഓംലെറ്റ് റെഡിയായി. പിന്നെ നേരെ പ്ലേറ്റിലേക്ക് വെച്ച് കറികളെല്ലാം കൂട്ടുന്നതിന് മുമ്പ് അത് മാത്രം കൂട്ടി ഒരു ഉരുള കഴിച്ചു. പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു ഉരുളയിൽ നിന്നില്ല, 2-3 ഉരുളകളൊക്കെ അങ്ങനെ പോയി. അതിനുശേഷം വല്ല കറികളൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കിച്ചണിൽ വന്നപ്പോൾ എന്താ രസം. നേരത്തെ കണ്ട ആ ബാൽക്കണിയില്ലേ, അതുവഴി ആലിപ്പഴങ്ങളൊക്കെ തെറിച്ച് കിച്ചണിലേക്ക്. എന്നാൽ പിന്നെ താഴെ പോയി അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കി വെച്ച് താഴേക്ക് ഇറങ്ങി. കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടിയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പണ്ട് നമ്മളൊക്കെ മഴയെ കളിക്കുമ്പോൾ ഉള്ളതുപോലെ തലയിൽ കവറൊക്കെ കെട്ടിയാണ് കേട്ടോ ഇറങ്ങി. കണ്ടില്ലേ 3 ആളെയും. താഴെ എത്തിയപ്പോഴേക്കും ആലിപ്പഴമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്തിരി വെള്ളം കിട്ടിയാൽ മതിയല്ലോ എൻജോയ് ചെയ്യാൻ. അവരത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്തു. പക്ഷെ മെല്ലെ മെല്ലെ മഴ കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ റോഡിൻ്റെ അവസ്ഥകളൊക്കെ മാറി വന്നു. വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ കൂടി ഫൈനലി ഇതുപോലെ വെള്ളക്കെട്ടായി. എന്താണല്ലേ, എത്ര പെട്ടെന്നാണ് ചുറ്റും മാറി മറിയുന്നത്. ഇങ്ങനെ തെളിഞ്ഞ ആകാശവും ക്ലിയർ റോഡുമായിട്ടിരുന്ന സ്ഥലമാണ് ഒരൊറ്റ മഴ കൊണ്ട് നേരത്തെ കണ്ട പോലെ ഫുൾ വെള്ളം നിറഞ്ഞ് വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ ആയത്.